തലശ്ശേരി മാഹി വെൽഫെയർ അസോസിയേഷൻ, TMWA കെയർ ട്രസ്റ്റ്, തണൽ സെന്റർ ചേർന്നുള്ള കോട്ടയം മലബാർ പ്രദേശത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സെന്ററിൻ്റെ ശിലാസ്ഥാപന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം 30 വർഷത്തോളമായി തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന TMWA കെയർ ട്രസ്റ്റ് അതിൻ്റെ റിലീഫ് പ്രവർത്തനങ്ങളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ പൊതുവേദിയിലുള്ളൊരു പരിപാടി എന്ന നിലയിൽ കമ്മിറ്റി ഇതുവരെ നടത്താറില്ല. അതിന് ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചും പൊതുവെ അറിയപ്പെടാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ പൊതുപരിപാടി അല്ലാത്ത രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുകയുമില്ല. തണൽ എന്നത് ഏകദേശം മുഴുവൻ ആളുകൾക്കും അറിയുന്നതായിരിക്കും. ഡയാലിസിസ് രംഗത്ത് കേരളത്തിൽ നിരവധി കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തണൽ, അതിനു പുറമെ നിരവധി പ്രവർത്തനങ്ങൾ തണൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദീകരണം ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ വിശദീകരിക്കും. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി എന്നത് നമ്മുടെ പ്രദേശത്തടക്കം തണലിൻ്റെ സേവനം പോലും നമ്മുടെ കൊറോണ കാലത്ത് പല വീടുകളിലും നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ പഞ്ചായത്തിൽ പല പ്രദേശത്തും നൽകിയിട്ടുണ്ട്. അത് പക്ഷേ ജനങ്ങളും അറിയില്ല, ആരും തന്നെ അറിയില്ല. അതേപോലെ തന്നെ TMWA കമ്മിറ്റിയെ കുറിച്ചിട്ടും കൂടുതൽ ആളുകൾക്ക് അറിയില്ല. അതിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കമ്മിറ്റികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാരുമായി നിൽക്കുന്ന കോട്ടയം മലബാർ പോലുള്ള ഒരു പ്രദേശത്ത് ഈ ഒരു സംരംഭം തുടങ്ങാനുള്ളൊരു കാരണം, തലശ്ശേരിക്ക് ശേഷം നമ്മൾ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സേവനങ്ങൾ കിട്ടുന്ന ഒരു കേന്ദ്രങ്ങളും ഇല്ല എന്നുള്ളതാണ്. 25-30 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാണ് ഓരോ രോഗികളും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾ, അവർ സാമ്പത്തിക പ്രശ്നങ്ങളും അതിന് കൂടെ ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ അടങ്ങിയതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ളൊരു സ്ഥലത്തേക്ക് ഒരു കേന്ദ്രം തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. ഏകദേശം ഒരു 1.5 വർഷം മുമ്പേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിനൊരു മറ്റ് കാര്യങ്ങളിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കോട്ടയം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ശ്രീ C. രാജീവനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ദീർഘകാല പ്രവാസിയും TMWA കെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ഹാരിസ് K. ആണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള തണൽ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ KP മൻസൂർ അവർകളാണ്. പൊതുവെ കമ്മിറ്റിയിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു ഇത് ചെയ്യുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മറ്റുള്ള ഒരു പൊതുപരിപാടിയുടെ രീതിയിലുള്ള സ്വാഗത പ്രസംഗത്തിലേക്ക് തന്നെ പോകുന്നില്ല. അപ്പോൾ മൻസൂർ കയ്യും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ പദ്ധതി വിശദീകരണം നടത്തുന്നത് തണൽ ദയാ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ഇദ്രീസ് ഡോക്ടറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി AK സുഫീറ, പൊതുപ്രവർത്തകരായിട്ടുള്ള ശ്രീ M. ദാസൻ, നരോത്ത് രവീന്ദ്രൻ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് മെമ്പർ TP ഇബ്രാഹിം, മുൻ മെമ്പറായിട്ടുള്ള ശ്രീ സുരേന്ദ്രൻ, തൗഫീഖ് KK എന്നിവരെയും ഈ പരിപാടിയുടെ നന്ദി പ്രകാശനം നടത്തുന്ന സായിദ് ഉസ്മാനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീ ഹാരിസ് K. ക്ഷണിച്ചു.